9th standard maths irrational multiplication. First question answer first video ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Second question, we can make a trapezium by cutting a square and an equilateral triangle with side twice that of the square. അതായത് നമ്മൾ സ്ക്വയറിൻ്റെ സൈഡ് ഏതാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ വരുന്ന ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ എടുക്കുന്നുണ്ട്. അതായത് ഇതൊരു സമചതുരമാണെങ്കിൽ ഈ വശത്തിൻ്റെ ഈ സൈഡിൻ്റെ ഡബിളാണ് ഈ വരയുണ്ടാവുക. അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ട്രപ്പീസിയം ഒരു ലംബകമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് റീഅറേഞ്ചിങ് ദ പീസസ് എസ് ബിലോ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പീസസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ട്രപ്പീസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 2 സെൻറ്റിമീറ്റർ, അതായത് ഇതിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ആണെങ്കിൽ വാട്ട് ഈസ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. നമുക്കറിയാം ഡബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ ഇവിടെയും 2 തന്നെ, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും, ഈ സൈഡ് 4 ആയിരിക്കും, ഈ സൈഡ് 2 ആയിരിക്കും. അപ്പം ഈ സൈഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ സ്ക്വയറിൻ്റെ ഈ 2 എന്താകും, യോജിച്ച് വെക്കും. നമുക്ക് നോക്കാം അതിൻ്റെ ഏരിയയും പെരിമീറ്റർ എങ്ങനെയാണ് കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പിക്ചറിൻ്റെ അളവുകൾ ഇങ്ങനെയൊക്കെയാണ് വരിക. അതായത് ഇത് സ്ക്വയറിൻ്റെ സൈഡാണ്, 2 വന്നാൽ ഇത് 2√2 ആയിരിക്കും. അതുപോലെ ഇവിടെ 2 ഇതും 2√2 ആയിരിക്കും, അതായത് ഡയഗണലാണത്. ഇനി നമ്മുടെ ഈ സ്ക്വയറിൻ്റെ ഈ സൈഡ് തന്നെയാണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡ് വന്നിട്ടുണ്ടാവുക, 2 വന്നിട്ടുണ്ടാവുക. കാരണം അത് നമ്മൾ 4 ആണല്ലോ എടുത്തിട്ടുള്ളത് ഈക്വലേറ്റർ ട്രയാങ്കിൾ. അത് നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് 2 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന്. ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് ഈ ആംഗിൾ 60, 30, 90 ആ വിധത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ 60 ഇവിടെ 60 ആണ്, ഇവിടെ 30 ആണ്. അപ്പോൾ ഇവിടെ 30 ആകുമ്പോൾ ഇവിടെ 60 വരും, ഇത് 30 വരും. അപ്പം 90 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 90 ഓപ്പോസിറ്റ് 2 ആണ് വരിക, 30 ഓപ്പോസിറ്റ് 1 ആണ് വരിക, 60 ഓപ്പോസിറ്റ് √3 ആണ് വരിക. പക്ഷെ ഇവിടെ 30 ഓപ്പോസിറ്റ് 2 ആണ്, 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2 ഈ രീതിയിലാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് 30 ഓപ്പോസിറ്റ് 2 ആണ്. അപ്പം 30 ഓപ്പോസിറ്റ് 2 ആകുമ്പം 60 ഓപ്പോസിറ്റ് 2√3 വരും. അതായത് 1 ഉള്ളത് ഡബിൾ ആകുമ്പം √3 ഉള്ളത് ഡബിൾ ആയാൽ 2√3 വരും. ഇനി ഈ സൈഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ആണ് വരിക, ഈ സ്ലാൻഡഡ് ലൈൻ ഈ ചെരിഞ്ഞ വര 4 ആണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറമേയുള്ള സൈഡൊക്കെ ആഡ് ചെയ്യാം. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഫുൾ പുറമേയുള്ളത് 2 + 2√3 + 2 + 2√2 + 2√3 + 2√2 ഈ പുറമേ കാണുന്നതൊക്കെ ആഡ് ചെയ്യലാണ്. ഉള്ളിലേത്തത് ആഡ് ചെയ്യാൻ പാടില്ല, പുറമേ ഉള്ളത് മാത്രം. 2 + 2√3 + 2 + 2√2 + 2√3 + 2√2 അപ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2ഉം 2ഉം ആഡ് ചെയ്ത 4 കിട്ടും, 2√3ഉം 2√3ഉം ആഡ് ചെയ്ത 4√3 കിട്ടും, 2√2ഉം 2√2ഉം ആഡ് ചെയ്താൽ 4√2 കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്താലും മതി. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ √3ൻ്റെയും √2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 4നെ 1.73 കൊണ്ട് ഇൻറ്റു ചെയ്യാം, 4നെ 1.41 കൊണ്ട് ഇൻറ്റു ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യാം, അതിനോട് ഈ 4ഉം കൂടെ ആഡ് ചെയ്യാം. ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഈക്വൽ ടു ½ h × a + b. ട്രപ്പീസിയം കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ h × a + b ആണ്. എ എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത്തിനെയാണ് എന്ന് പറയുന്നത്, അതായത് ഇത് a ആണ്, ഇത് b ആണ്, h എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 ആണെന്നറിയാം നമുക്ക്, ഈ ഡിസ്റ്റൻസ് 2 ആണെന്നറിയാം. അപ്പോൾ ഈ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് പാരലൽ ലൈൻസ് ആണ്, എയും ഇതും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും പറയും, ഡിസ്റ്റൻസ് 2 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ½ h എന്ന് പറയുമ്പോൾ 2 കിട്ടും, ഈ 2 കട്ടാവും. പിന്നെ ഉള്ളിൽ എ എന്ന് പറയുന്നത് ഈ 2 + 2√3 + 2 ആണ്. അപ്പോൾ 2√3 നമ്മുടെ ഈ 2ഉം എന്താവും 4 ആവും. അപ്പോൾ 4 + 2√3 ഉണ്ടാവും. പിന്നെ മേലെയുള്ള 2√3, അതായത് ബി, ഇത് എ ആണ്, ഇത് ബി ആണ്. പിന്നെ ഇവിടെ ഹാഫിൻ്റെ ഈ 2 കട്ടായി പോയി. പിന്നെ നമ്മുടെ ഇവിടെ ബാക്കിയുള്ളത് 2√3ഉം 2√3ഉം പിന്നെ ഒരു 4ഉം, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 4√3 വരും. പിന്നെ ഇവിടെയുള്ള 4, അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 4√3 ഇൻറ്റു ചെയ്യാതെ √3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്താം. അല്ലെങ്കിൽ നിങ്ങൾ 4 + 4√3 എന്ന് എഴുതിയാൽ മതി. Question number 3. The pictures below shows the figure formed by joining two squares.
ഏരിയ നമുക്ക് ഇതിൻ്റെ ഏരിയ 27 ആണ്, ഇതിൻ്റെ ഏരിയ 12 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് എന്നാണ് പറയുന്നത്. ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുതൽ ഇത്ര വരെയുള്ള ലെങ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ 27 ആണെങ്കിൽ ഈ സൈഡ് √27 ആയിരിക്കും. ഇത് ഏരിയ 12 ആണെങ്കിൽ ഇവിടുന്ന് ഇത്ര വരെ √12 ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് എന്ന് പറയുന്നത് √27 പ്ലസ് √12 ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത്ത് √27 ആണ്, ഈ ലെങ്ത്ത് √12 ആണ്. ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഈക്വൽ ടു √27 പ്ലസ് √12. 27 എന്ന് പറയുമ്പോൾ 9 × 3 ആണ്, 12 എന്ന് പറയുമ്പോൾ 4 × 3 ആണ്. അപ്പം 9ൻ്റെ √3 ആണ്. അപ്പോൾ ഇത് 3√3 എന്ന് എഴുതാം. 4ൻ്റെ √2 ആണ്, അപ്പോൾ അത് 2√3 എന്നും എഴുതാം. 3 + 2 5√3, അങ്ങനെ 5√3 ആണ് അതിൻ്റെ ആൻസർ വരിക. √3ൻ്റെ വാല്യൂ 1.73, 5നോട് ഇൻഡ് ചെയ്യാം. നിർബന്ധമില്ല, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നിർബന്ധമുണ്ട്, കാരണം കറക്റ്റ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, 5√3 ആണ്, 1.73 × 5. 5 3s are 15, 1 ബാലൻസ്, 5 7s are 35 plus 1 36, 3 ബാലൻസ്, 1 × 5 5 + 3 8. അപ്പോൾ നമ്മുടെ ആൻസർ 8.65 ആണ് വരിക. 8.65 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഫിഗർ ഷോസ് 2 സ്ക്വയേഴ്സ് വിത്ത് 2 കോർണേഴ്സ് ജോയിൻഡ്. അവിടെ 2 സ്ക്വയർ ഉണ്ട്, കോർണേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സ്ലാൻഡേർഡ് ലൈൻ. സ്ലാൻഡേർഡ് ലൈൻ എന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര വരെയുള്ള ലെങ്ത് കാണണം. അപ്പം നമുക്കറിയാം ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും. ഈ സ്ലാൻഡേർഡ് ലൈന് 3√2 ആയിരിക്കും. നമ്മുടെ സ്ക്വയർ ആണ്, സ്ക്വയറിൻ്റെ പ്രത്യേകതയാണത്. 3 3 3√2. ഇവിടെ 2 ആണെങ്കിൽ 2 2 2√2 ആയിരിക്കും. 3√2 + 2√2 കണ്ടാൽ മതി. ലെങ്ത് ഓഫ് സ്ലാൻഡേർഡ് ലൈൻ ഈക്വൽ ടു 3√2 + 2√2 5√2. അപ്പം നമ്മുടെ ആൻസർ 5√2 ആണ് വരിക. √2ൻ്റെ വാല്യൂ 1.41 ആണ്. 1.41 × 5 ചെയ്താൽ നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ഇറ്റ്സ് പെരിമീറ്റർ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ 90ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പറ്റ്ന്യൂസ് ആണ്. ഇത് കർണാണ്. ഇവിടെ ഒരു സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതവിടെ ഇത് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, ഇതും. അപ്പോൾ ഇത് ബേസ് ആവാം, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആവാം. അപ്പോൾ ഇത് ബേസ് ആണെങ്കിൽ ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഇത് ബേസ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു സ്ക്വയറും കൂടെ വന്നിട്ടുണ്ട്. നമുക്കറിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 50 ആണ്. ഏരിയ 50 ആകുമ്പം ഈ സൈഡ് √50 വരും. ഇത് 18 ആണ്. അപ്പോൾ ഈ സൈഡ് √18 ആണ് വരിക. അപ്പോൾ ഇവിടെ ഏരിയ 50 ആകുമ്പോൾ √50 വരും, ഏരിയ 18 ആകുമ്പോൾ √18 വരും. അപ്പോൾ AC കാണാൻ വേണ്ടിയിട്ട് AC ഈക്വൽ ടു √ നമ്മുടെ ഇതെന്താണ്, ഹൈപ്പറ്റ്ന്യൂസ് സ്ക്വയർ. ഹൈപ്പറ്റ്ന്യൂസ് √50 ആണ്. ഹൈപ്പറ്റ്ന്യൂസ് സ്ക്വയർ മൈനസ് ഇത് BC സ്ക്വയർ ആണ്. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BC സ്ക്വയർ ആണ് വരിക. ഹൈപ്പറ്റ്ന്യൂസ് ആണ് വലുത്. ഇത് രണ്ടിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ ഇത് കിട്ടും. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യാം. അപ്പോൾ ഇത് 50 - 18. റൂട്ടിൻ്റെ സ്ക്വയർ നമ്പർ മാത്രമായിരിക്കും. അപ്പോൾ 50 - 18 വന്ന് √32 എന്ന് വരും. ഇനി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് AB + BC + AC ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യാം. √50 + √18 + √32. ഇപ്പോൾ 50 എന്ന് പറയുമ്പോൾ 10 × 5 ഉണ്ട്, പക്ഷേ 10നും 5നും റൂട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഫാക്ടേഴ്സ് 25 × 2 ആണ്. അതുപോലെ 80 എന്ന് പറയുമ്പോൾ 6 × 3 ഉണ്ട്, എന്നാലും നമ്മൾ എടുക്കേണ്ടത് 9 × 2 ആണ്, കാരണം 9ന് റൂട്ട് ഉണ്ട്. 32 എന്ന് പറയുമ്പോൾ നമുക്ക് 8 4s are 32 ആണ്, പക്ഷെ നമ്മൾ എടുക്കേണ്ടത് 16 × 2 ആണ്, കാരണം 16ന് റൂട്ട് ഉണ്ട്. പിന്നെ അതുമല്ല, എല്ലാം ×2 × 2 എന്നുള്ള അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എല്ലാത്തിൻ്റെയും റൂട്ട് ഒരുപോലെ വരുള്ളൂ. 25 എന്ന് പറയുമ്പോൾ 5 ആണ് വരിക, 5√2 വരും. 9 എന്ന് പറയുമ്പോൾ 3 ആണ് റൂട്ട് വരിക, 3√2 വരും. 16ൻ്റെത് 4 ആണ്, 4 4s are 16, 4√2 വരും. പിന്നെ ആഡ് ചെയ്താൽ 5 + 3 8, 8 + 4 12√2 എന്ന് വരും. √2ൻ്റെ വാല്യൂ 1.41 ആണ്. അത് നിർബന്ധമില്ല, നമ്മളോട് കറക്റ്റ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മാത്രമേ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ല ഇങ്ങനെ ആൻസർ വെച്ചാൽ മതി, 12√2. Question number 6. The product of sum of the pairs of numbers below are natural numbers or fractions. Find those pairs. നമുക്ക് അവിടെ എന്ത് ചെയ്യണം, നാച്ചുറൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണോ എന്ന് കണ്ടെത്തണം. ഫൈൻഡ് ആ പെയർ കണ്ടെത്തുക. ഫൈൻഡ് ദോസ് പെയേഴ്സ്. അപ്പോൾ അവിടെ നമ്മുടെ ആദ്യത്തെ നമ്പർ ചെയ്തു. √3 × √12 ആണ്. √3 × 12 എന്ന് പറയുമ്പോൾ √3 × 12 വരും. √36 = 6.
നാച്ചുറൽ നമ്പറാണ് കിട്ടുക. അടുത്തത് √3 ഇൻറ്റു √1.2. 1.2 എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. 3.6 എന്തില്ല, റൂട്ടില്ല. 0.36 ആണെങ്കിൽ റൂട്ടുണ്ട്, 3.6 റൂട്ടില്ല. അപ്പോൾ എന്തായിരിക്കും അത്, നമുക്കത് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. 36/10 എഴുതാം. 36/10 എഴുതി നമുക്കത് ഒരു ഫ്രാക്ഷൻ മോഡലേ വരിക. പക്ഷേ നോട്ട് എ നാച്ചുറൽ നമ്പറാണ്. √5 ഇൻറ്റു √8 എന്ന് പറയുന്നത് √40 ആണ്. അതും എന്താണ്, നമുക്ക് നാച്ചുറൽ നമ്പർ അല്ല. 0.5 ഇൻറ്റു √8. ഇപ്പോൾ 0.5 ആണ്. ഇപ്പോൾ 5 ഇൻറ്റു 8 40 ആണ്. പക്ഷേ 0.5 ആയതുകൊണ്ട് ഇത് 4.0 എന്ന് വരും. അപ്പോൾ √4 ആണ് വരും. √4 എന്ന് പറയുമ്പോൾ 2, അത് നാച്ചുറൽ നമ്പർ ആണ്. നെക്സ്റ്റ് √7.5 ഇൻറ്റു √3 1/3. 7.5 ആദ്യം ഇംപ്രോപ്പർ ആക്കി മാറ്റുക. ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 2 14 + 1 15/2 കിട്ടും. 3 3s are 9 + 1 10/3 എന്നും കിട്ടും. അപ്പം നമ്മുടെ ആൻസർ വരിക 3 × 5 ആണ് 15 വരിക. 3 × 5. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് 3 5s are 15 എഴുതാം. പിന്നെ 2 5s are 10 എഴുതാം. അപ്പം ഇത് മാറിയിട്ട് 5 × 5 എന്ന് വരും. 5 × 5 എന്ന് പറയുമ്പോൾ റൂട്ടിനുള്ളിൽ 2 ഉണ്ടെങ്കിൽ ഒരെണ്ണം പുറത്ത് വരും. അല്ലെങ്കിൽ 5 5 25. 25ൻ്റെ റൂട്ട് 5 ആണ് നാച്ചുറൽ നമ്പർ. അടുത്ത √2/5 ഇൻറ്റു √1/10 എന്ന് പറഞ്ഞാൽ √2/5 ഇൻറ്റു 1/10 ആണ്. 2 1s are 2, 5 10s are 50 വരും. ഇനി ഇതിൻ്റെ നമുക്ക് ഹാഫ് എടുക്കാം. റൂട്ട് കാണുന്നതിന് മുന്നേ അത് ഹാഫ് എടുത്തിട്ട് ചെയ്യാം. 2ൻ്റെ ഹാഫ് 1 ആണ്. 15ൻ്റെ ഹാഫ് 25 ആണ്. ഇപ്പോൾ 1/25 ആണ്. 1/25 വന്നാൽ √1/√25 വരും. √1 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. √25 5 എന്ന് വരും. അത് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. 2-3 പ്രാവശ്യം എഴുതി തന്നെ പഠിക്കുക. എന്നെങ്കിൽ മാത്രമേ എക്സാമിൻ്റെ ടൈമിന് നന്നായിട്ട് ഓർമ്മ വരുള്ളൂ.